എല്ലാവർക്കും നമസ്കാരം. ഞാൻ പാലക്കാട് നിന്നാണ് വരുന്നത്. പാലക്കാട് പറയുമ്പോൾ എല്ലാവർക്കും അറിയില്ലേ? ആർക്കും അറിയില്ലേ? എന്നാൽ ഒരു കാര്യം ചെയ്യാം, പ്രണവ് ശശിയേട്ടൻ്റെ ഒരു പാട്ട് പോലെ അങ്ങോട്ട് നമുക്ക് തുടങ്ങാം. ഒരു ചെറിയൊരു പാട്ടിൽ തുടങ്ങാം അല്ലേ? ഓക്കെ. കാട്ടുമലകളും കൂടി പിണങ്ങുന്ന നാടാണ് നമ്മളുടെ പാലക്കാട്. കാട്ടുമലകളും കൂടി പിണയുന്ന നാടാണ് നമ്മളുടെ പാലക്കാട്. തോടും പുഴകളും പാടങ്ങളുണ്ടല്ലോ, തോടും പുഴകളും പാടങ്ങളുണ്ടല്ലോ, കാവും കുളങ്ങളും വേറെയുണ്ട്, കാവും കുളങ്ങളും വേറെയുണ്ട്. ഇതാണ് പാലക്കാട്. പാലക്കാടിൻ്റെ പ്രത്യേകത എന്താ അറിയോ? എല്ലാവരും പാവങ്ങളാണ്. പാവങ്ങൾ പറഞ്ഞാൽ അവിടുത്തെ പണക്കാർ പോലും പച്ച പാവങ്ങളാണ്. എന്നെ നോക്ക്, ഞാനോ അയ്യോ പാവം. അപ്പം ഇത് വേറൊന്നുമില്ല, നമ്മൾ പല പല കാര്യങ്ങളിൽ പല സിനിമകളും മൊഴിമാറ്റം ചെയ്തിങ്ങനെ വരില്ലേ? ഓരോരോ കാര്യം. ഇപ്പോൾ KGF വരുന്നു, തമിഴിൽ വരുന്നു, മലയാളത്തിൽ വരുന്നു. അപ്പം നമ്മുടെ ലാലേട്ടൻ്റെ പടം 6-ാം തമ്പുരാൻ പാലക്കാടൻ ഭാഷയിൽ വന്നു, പ്രിയദർശിനി തിയേറ്ററിൽ വന്നു. ഞാൻ പോയി കണ്ടപ്പോൾ നമ്മൾ അതിൽ ഫസ്റ്റ് ഫേമസ് ഡയലോഗ് ഉണ്ടല്ലോ, സംഗീതം അടുക്കുംതോറും മഹാസാഗരം. ഇത് പാലക്കാട് ശൈലി കണ്ടപ്പോൾ തമാശയായിട്ട് തോന്നി. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് നോക്കാം ആ ഡയലോഗ്. സംഗീതം അടുക്കുംതോറും നീങ്ങി നീങ്ങി പോണ മഹാസാഗരം അലഞ്ഞിട്ടുണ്ട്, അച്ചാല് പിച്ചാല് അലഞ്ഞിട്ടുണ്ട്. ഒരിക്കൽ ചോറും തിന്നിട്ട് വീട്ടിൻ്റെ മാടി കിടക്കുമ്പോൾ ഒരു വെളിപാടുണ്ടായി, ചങ്ങാതിയെ ഗോളിയാളിക്ക് പൊക്കം അവിടെ ഹിന്ദുസ്ഥാനി സംഗീതം പഠിപ്പിക്കുന്നുണ്ട് എന്ന്. കേട്ടത് പാതി, കേൾക്കാത്ത പാതി, ഒറ്റ ഓട്ടം ഓടിപ്പോയി തലയും തല്ലി വീണത് സിംഗത്തിൻ്റെ മടയിൽ. ഞാൻ പറഞ്ഞു, കേട്ടാ എനിക്ക് പാട്ട് പഠിക്കണമെന്ന്. അയാൾ പറയണേ ദക്ഷിണ വെക്കീന്ന്. ഒരു ദണ്ടിൻ്റെ ഓട്ടക്കീസിൽ എന്തുണ്ട്, കണ്ണ് ഇറുക്ക ചെമ്പി അയ്യറുകലേ പറഞ്ഞിട്ടൊരു പാട്ടങ്ങോട്ട് പാടിക്കൊടുത്തു. പാടി മുഴുവനാക്കുമ്പോൾ ആ പാവി എന്നെ കെട്ടിപ്പിടിച്ച് പറയണേ, എന്താണ്ടാ പാവിയേ, സൂപ്പർ പാട്ടാണല്ലോ, എനിക്കും പഠിപ്പിച്ചതാണ്. പാട്ടും പഠിപ്പിച്ച് അയാളുടെ കുഴിമാടത്തിൽ പൂഴിമണ്ണും വാരിയിട്ട് നേരെ വരുന്ന വഴിയാണ്. എല്ലാവരും കൈയടിക്കണം. ഞാൻ 2 വരി പാടാം, അല്ലെങ്കിൽ എൻ്റെ പാട്ടിന് ഞാൻ പോവാം. എല്ലാവരും കൈയടിക്കും, എല്ലാവരും. പച്ചപ്പാനന്ദത്തെ പുണ്ണാര പൂമുത്തേ പുന്നലിൻ പൂങ്കാതിരേ ദയ്യക്കന്താര ഉച്ചയ്ക്കു നീ എൻ്റെ കൊച്ചു വാഗത്തോപ്പിൽ ഒന്നു വാത്തേൻ മലരേ. ഇതാണ് പാലക്കാട്ടിൻ്റെ വിശേഷം. ഇനി ഒരു കാര്യം പറയാം, ഞാൻ പെണ്ണ് കിട്ടിയ കാര്യം പറയാം കേട്ടോ. അങ്ങനെയല്ല, എനിക്ക് പെണ്ണ് കിട്ടിയ കാര്യം പറയാം. അതായത് പാലക്കാട് എന്ന് പറഞ്ഞാൽ അവിടെ അലിയാത്ത സ്ഥലമൊന്നുമില്ല. ഞാൻ പെണ്ണ് നോക്കിയിട്ട് ആലത്തൂര്, കുത്തനൂര്, മാത്തൂര്, തരൂര്, ചൂലനൂര് എല്ലാ ഊരും ഇങ്ങനെ അലഞ്ഞ് പോയിട്ട് ഒന്നും കിട്ടിയില്ല. എന്നിട്ട് വീട്ടിലിങ്ങനെ നിൽക്കുമ്പോൾ അടുത്ത വീട്ടിൽ ഏട്ടൻ വന്ന് പറയണേ, എന്താണ്ട് ഉണ്ണിയേ പെണ്ണ് വന്നില്ലേ? ഞാൻ പറഞ്ഞു, ഓ വന്നു, എൻ്റെ ചേച്ചിൻ്റെ 2ാമത്തെ പെണ്ണ് വന്നു. മകളി അല്ലാതെ ഇവിടെ ആര് വരാൻ? നീ വിഷമിക്കണ്ട, ആലത്തൂര് ഒരു പെൺകുട്ടിയുണ്ട്, റോഡ് സൈഡ്, ടെറസ് വീട്, അച്ഛൻ ഗൾഫിൽ, അമ്മ വീട്ടിൽ, കുട്ടി ഡിഗ്രി, പിന്നെ ആരെടുത്തും മിണ്ടില്ല. എന്താന്ന് പെണ്ണ് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് കണ്ട ഊമ പിള്ളേരിനൊക്കെയാണ് എനിക്ക് കെട്ടിച്ചു തരാൻ പോണത്. അതല്ല, അടക്കം ഒതുക്കുള്ളൊരു കുട്ടിയാണ്, അതുകൊണ്ട് ആരെടുത്തും മിണ്ടില്ല എന്ന്. അപ്പം ഞാൻ പറഞ്ഞു, അപ്പം കുഴപ്പമില്ല, അടക്കം ഒതുക്കുമ്പോൾ കുഴപ്പമില്ല. പെണ്ണ് കറുത്തിട്ടാണോ വെളുത്തിട്ടാണോ ചോദിച്ചു. അപ്പം ആള് പറയണേ, പെണ്ണ് ഗോതമ്പിൻ്റെ നിറമാണ്. ഗോതമ്പിൻ്റെ നിറം. വേറൊരു കാര്യമുണ്ട്, പെണ്ണ് കാണാൻ നടന്നിട്ട് ഞാൻ രാവിലെ പോവും, എന്നിട്ട് ലഡുവും ജിലേപ്പിയും കഴിക്കും. ഉച്ചയ്ക്ക് പോവും, ലഡുവും ജിലേപ്പിയും കഴിക്കും. ഇങ്ങനെ കഴിച്ച് 3-3.5 കൊല്ലം ഇങ്ങനെ പെണ്ണ് വന്നില്ല കൊണ്ട് അവസാനം ഷുഗർ വന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പം ഈ പെണ്ണ് വന്നാൽ എപ്പോൾ വേണമെങ്കിലും പെണ്ണ് പോവുക, ഈ ഷുഗർ വന്നാൽ ജീവിതകാലം മുഴുവൻ ഉണ്ടാവും, പോകുമ്പോൾ നമ്മളെയും കൊണ്ടാൽ പോകുള്ളൂ. അപ്പം ഈ ഗോതമ്പിൻ്റെ നിറം കണ്ടപ്പോൾ എനിക്കൊരു ഐഡിയ, ഈ ഷുഗറുള്ള എനിക്ക് ഗോതമ്പിൻ്റെ നിറമുള്ള പെണ്ണാകുമ്പോൾ വലിയ കുഴപ്പമില്ല. അപ്പം ഞാൻ കാണാൻ പോയി, റോഡ് സൈഡ് വീട്, നേരെ പോയി പെൺകുട്ടീൻ്റെ വീട്ടിൻ്റെ മുന്നിൽ മഴയൊക്കെ പെയ്ത് ചെളിയും ചേർക്കണ്ട, അതിൽ പോയിട്ട് അയ്യറുകലേ പണ്ട് അങ്ങോട്ട് വീണിട്ട് ആ ചെളിയും ചേറും കൊണ്ട് പോയിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ ഇതാ വരുന്നു ഗോതമ്പിൻ്റെ നിറമുള്ള തമ്പുരാട്ടി. ഗോതമ്പിൻ്റെ നിറം പറഞ്ഞാൽ ഗോതമ്പ് ഇങ്ങനെ വറുത്തെടുത്തിട്ട് കരിഞ്ഞു പോകില്ലേ, ആ നിറമായിരുന്നു. ഞാൻ പിന്നെ എന്തോ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ശരി കല്യാണം ഉറപ്പിച്ചിട്ട് ഇതാ ഈ മൊബൈലായിരുന്നു ആദ്യം എൻ്റെ ഉണ്ടായിരുന്നത്. പിന്നെ സംസാരിക്കണം, വിളി തുടങ്ങി, മൊബൈൽ മാറ്റി, ഒരേ വിളിയായിരുന്നു. രാവും പകലും ഇല്ലാതെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു രാത്രി 12:30-1 മണിയാവുമ്പോൾ എന്നോട് ചോദിക്കണേ, കേട്ടാ എന്താ ചേട്ടാ നിങ്ങൾക്ക് മലയാള സിനിമയിൽ ആരെയും ഇഷ്ടം? ഞാൻ പറഞ്ഞു, എനിക്ക് ലാലേട്ടനെയാണ് ഇഷ്ടം. അതെ. ഞാൻ ചോദിച്ചു, നിനക്കാരെയും ഇഷ്ടം? എനിക്ക് ഇളയ ദളപതി വിജയിനെ ഇഷ്ടം. പാലക്കാടുള്ളവർ അപ്പനെ അമ്മനെ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഇളയ ദളപതി വിജയിനെ ഇഷ്ടപ്പെടും, അങ്ങനെയാണ് സംഭവം. അപ്പം ഞാൻ പറഞ്ഞേ ഇങ്ങനെ പറഞ്ഞു, വിജയിനെ ഇഷ്ടം പറയുമ്പോൾ അവൾ എന്നോട് ചോദിക്കുന്നത് ഇഷ്ടപ്പെട്ട പാട്ട് ഏതാണ് എന്ന്. രാത്രി 1:30 ഞാൻ പറഞ്ഞു, പാതിരാമഴ ഏതോ ഹംസഗീതം എന്നുള്ള പാട്ട് പറഞ്ഞു. ഞാൻ ചോദിച്ചു, എൻ്റെ മകൾക്ക് ഇഷ്ടപ്പെട്ട പാട്ട് ഏതാണ്? 1:30 പാടി തന്ന പാട്ട് ഏതറിയോ? യാ ഊച്ചി മണ്ടലെ സുറുങ്കത് ഉണ്ണെ നാം പാത്താലോ കിറുങ്കത്. അന്ന് തലകറങ്ങി അങ്ങനെ വീണിട്ട് പിറ്റേ ദിവസം അതേ സമയം ഞാൻ എണീറ്റിട്ട് മൊബൈൽ എടുത്തിട്ട് ഞാൻ അങ്ങനെ ആലോചിച്ചു, പാതിരാമഴയും ഉച്ചയും വണ്ടിയും എങ്ങനെ പോകുന്നു. കുറേ നേരം ആലോചിച്ചിട്ട്
ഞാൻ അങ്ങനെ ഓഫ് ചെയ്തു. ആ പെണ്ണ് ഇപ്പം എൻ്റെ വീട്ടിലുണ്ട്. എൻ്റെ കഥ ഇഷ്ടപ്പെട്ട എല്ലാവരും കയ്യടിക്കാൻ.